ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 4ാമത്തെ ചാപ്റ്റർ ഞങ്ങളെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വിപരീത ഭിന്നങ്ങൾ അല്ലേ. അതിൻ്റെ 1ഉം 2ഉം ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അതിനകത്തിലെ ഭാഗവും മടങ്ങും അല്ലെങ്കിൽ എന്താ ടൈംസ് പാർട്ട് അല്ലേ. ഇതിനെക്കുറിച്ചാണ് എത്ര മടങ്ങാണ് എത്ര പാർട്ടാണ് ഇതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അത് മനസ്സിലായിരുന്നോ ഞങ്ങളെ? 1ഉം 2ഉം ഞാൻ പാർട്ട് ഇട്ടിരുന്നത് മനസ്സിലായെന്ന് കുറേ പേര് പറഞ്ഞു കേട്ടോ. എല്ലാവരും ഒന്നും കമൻറ്റ് ഇട്ടില്ല, കുറച്ച് പേരൊക്കെ പറഞ്ഞായിരുന്നു. അതായത് നോക്ക്, ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞേക്കാം, ഇത് 2 എണ്ണമാണ്, ഇത് 8 എണ്ണമാണ്. അയ്യോ, ഞാൻ ഇനിയും പിന്നെ ഇത് പറയുവാന്നോന്ന് വിചാരിച്ച് പേടിക്കേണ്ടാവും നിങ്ങളെ. ഇത് അറിഞ്ഞെങ്കിലേ നമുക്ക് അങ്ങോട്ടുള്ളത് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതിവിടെ 2 എണ്ണവും ഇത് 8 എണ്ണവും ആണെങ്കിൽ ഈ 2ൻ്റെ എത്ര ടൈംസ് ആണ് ഈ 8 എന്നുള്ളതാണ് അല്ലേ? 2ൻ്റെ 4 മടങ്ങാണ് അല്ലേ. 2 × 4 ആണ് 8. അപ്പോൾ ഇതിൻ്റെ എത്ര ഭാഗം പാർട്ട് എന്നാണെന്ന് പറയുന്നത് 1/4 പാർട്ട്. കാരണം ഞാൻ പറഞ്ഞായിരുന്നു എന്താണ് നമ്മൾ പഠിക്കുന്നത് റെസിപ്രോക്കലിനെ കുറിച്ചാണ് അല്ലേ. റെസിപ്രോക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ 8 എന്ന് എഴുതിയാൽ അതിൻ്റെ അർത്ഥം എന്താവും നിങ്ങളെ? 8/1 എന്നാണ് കേട്ടോ. 8 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 8 എന്ന് വെച്ചാൽ 8/1 എന്നാണ് അർത്ഥം. ഓക്കെ ആണോ? അതിനെ നമ്മൾ റെസിപ്രോക്കലിലോട്ട് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/8. ഇപ്പം നിങ്ങളോട് പരീക്ഷയ്ക്ക് 8ൻ്റെ റെസിപ്രോക്കൽ എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർത്തോണം എന്താ നിങ്ങളെ? 8ൻ്റെ അർത്ഥം 8/1 എന്നാണ്. അപ്പോൾ അതിനെ റെസിപ്രോക്കലിലോട്ട് മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1/8 എന്നാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, ഇനി ഞാൻ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു നമ്പറല്ലേ തന്നത്, അപ്പോൾ നിങ്ങളോട് 2 നമ്പറാണെങ്കിൽ അല്ലേ, 2 അപ്പോൾ 2/5ൻ്റെ റെസിപ്രോക്കൽ എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? നേരെ തലതിരിച്ചങ്ങ് എഴുതി വെച്ചാൽ മതി അല്ലേ നിങ്ങളെ. എന്താ? ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറും അല്ലേ. എന്താ നിങ്ങളെ വിഷമ ഭിന്നം അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മലയാളത്തിൽ ഉണ്ടോ വിഷമ ഭിന്നം എന്നൊക്കെ? അപ്പോൾ അതായത് ഇംപ്രോപ്പർ എന്ന് വെച്ചാൽ 5/2 അല്ലേ. അതായത് നേരെ തല തിരിച്ചങ്ങ് എഴുതുക. പേരെന്തോ ആയിക്കോട്ടെ, ഇതിനെ നേരെ തല തിരിച്ച് എഴുതുക എന്നുള്ള. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ അതിൻ്റെ കണക്ക് കുറേ ചെയ്തായിരുന്നു. ഇപ്പം ഒരു എക്സാമ്പിളോടെ ഞാൻ പറയാം നിങ്ങളെ. അതായത് ഇപ്പം A/B എന്ന് പറയുന്നതിനെ റെസിപ്രോക്കലോട്ട് മാറ്റാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? B/A. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, നമുക്ക് കാര്യത്തിലോട്ട് നമ്മൾ ഈ ചോദ്യമൊക്കെ പറഞ്ഞതാണ്. ഞാൻ നല്ല ഓടിച്ചിട്ടെന്ന് പറയാം. ഒരു പാത്രത്തിൽ 10 ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു, മറ്റൊരു പാത്രത്തിൽ 15 ലിറ്റർ ഉണ്ടായിരുന്നു. ഇവ തമ്മിലുള്ള ബന്ധവും മടങ്ങും കണ്ടുപിടിക്കുക. അതായത് ടൈംസും ഭാഗവും അല്ലേ. ഇത് പറയണോ നിങ്ങളെ? കാരണം ഇത് ഞാൻ 2 വട്ടം ഇട്ടതാണ് കേട്ടോ, 2 പാർട്ട് ഇട്ടതാണ്. അപ്പോൾ കാണാത്തവർക്ക് ആ ലിങ്ക് ഒന്ന് കയറി കാണണേ. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കി എടുത്തത് കൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഇതെല്ലാം ഞാൻ ഈ കണക്കുകളെല്ലാം നിങ്ങളിത് 1ഉം 2 ഭാഗവും എടുത്തൊന്ന് നോക്കിയാൽ മതി. ഞാൻ എല്ലാ ടീച്ചർമാരും പഠിപ്പിക്കുന്ന രീതിയിലല്ല സത്യത്തിൽ ഞാൻ പഠിപ്പിച്ചത്. കാരണം നിങ്ങൾക്കിത് എങ്ങനെ മനസ്സിലാക്കി തരാമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ കേട്ടോ. ഇത് ഏത് രീതിയിൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റും എന്ന രീതിയിലാണ്. ഇപ്പം ചോദിച്ചേ നോക്കിയേ, ഇപ്പം സുമയുടെ കയ്യിൽ 16 രൂപയുണ്ട്, സഫീറിൻ്റെ കയ്യിൽ 4 രൂപയുണ്ട് അല്ലേ. ഇതിൻ്റെ സഫീറിൻ്റെ കയ്യിലുള്ളതിൽ നിന്നും എത്ര മടങ്ങാണ് സുമയുടെ കയ്യിലുള്ളത്? സുമയുടെ കയ്യിലുള്ളതിൻ്റെ അങ്ങനെ തിരിച്ചും മറിച്ചും ചോദിച്ചപ്പോൾ അതെങ്ങനെയാണെന്ന് കേട്ടോ ഞാനത് വരച്ചൊക്കെ നിങ്ങളെ കാണിച്ചായിരുന്നു കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാവാത്തവരും അല്ലെ ആദ്യമായിട്ടാണ് ഈ ലിങ്ക് കാണുന്നവരും ഇതിൻ്റെ 1ഉം 2ഉം ലിങ്ക് കയറി കാണണം കേട്ടോ. ഞാൻ എല്ലാ ടീച്ചർമാരും പഠിപ്പിക്കുന്ന രീതിയിലല്ല ഞാനത് എടുത്ത് പറയാം. നിങ്ങൾക്കത് ഏത് രീതിയിൽ മനസ്സിലാവുമെന്ന് നിങ്ങൾക്കത് മനസ്സിലായോന്നും എനിക്കറിയത്തില്ല കുഞ്ഞുങ്ങളെ കേട്ടോ. ഞാനത് നിങ്ങളുടെ ആ പ്രായത്തിനനുസരിച്ചുള്ള രീതി വെച്ച് എളുപ്പം എങ്ങനെ മനസ്സിലാവുന്നുള്ള രീതി തന്നെയാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ ആണോ നിങ്ങൾ? ഇതെല്ലാം ഞാൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് 1ാമത്തെ എക്സർസൈസ് ഫുള്ള് ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ അല്ലേ. ഞാൻ അന്ന് ലാസ്റ്റ് പറഞ്ഞത് ടോപ്സി ടർവിയാണ്, തിരിച്ചും മറിച്ചും. അവിടെ വരെയായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് അല്ലേ. ടോപ്സി ടർവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചും മറിച്ചും, അതായത് നമ്മൾ ആ പറഞ്ഞ റെസിപ്രോക്കൽ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും എന്തെങ്കിലും ഡൗട്ടുള്ളവർ ആ 1ഉം 2ഉം ലിങ്ക് എടുത്ത് കാണണേ നിങ്ങൾ കേട്ടോ. കണ്ടിട്ട് വേണം നമുക്ക് അടുത്തത് പഠിക്കുക. അത് കണ്ടിട്ട് ഇത് കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ എടുക്കാം. നോക്കിക്കേ, ടോപ്സി ടർവി എന്ന് വെച്ചാൽ തിരിച്ചും മറിച്ചും എന്നാണ്. അതിൻ്റെ 1ാമത്തെ ടെസ്റ്റിലെ ചോദ്യമാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. നോക്കിയേ, ദ പ്രൈസ് ഓഫ് ടെസ്റ്റിലെ ചോദ്യം തന്നെയാണോ നോക്കട്ടെ നിങ്ങളെ. ഞാൻ എഴുതിയായിരുന്നു 1.5 കിലോയുടെ ചോദ്യം എന്തെങ്കിലും ആയിക്കോട്ടെ. നോക്കാം. ദ പ്രൈസ് ഓഫ് 1/2 അതായത് 1.5 കിലോ ഓഫ് ടൊമാറ്റോ ഈസ് 30 റുപ്പീസ്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 1 കിലോഗ്രാം? അങ്ങനെയാണെങ്കിൽ 1 കിലോ ഉണ്ട്, ടെസ്റ്റിലുണ്ടോ നിങ്ങളെ കണ്ട്. 1.5 കിലോഗ്രാം തക്കാളിക്ക് 30 രൂപയാണെങ്കിൽ 1 കിലോ തക്കാളിയുടെ വില എത്രയാണ് കേട്ടോ? നിങ്ങളുടെ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. അതായത് 1.5 കിലോ ടൊമാറ്റോയ്ക്ക്, ഇത് ഞാൻ എളുപ്പവഴി പറയുന്നത് കേട്ടോ, എന്താ നിങ്ങളെ എളുപ്പവഴി പറയുന്നതാണ്.
1.5 കിലോ ടൊമാറ്റോ മീൻസ് തക്കാളിക്ക് എത്ര രൂപ കുഞ്ഞുങ്ങളെ? 30 രൂപയാണ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ ചോദിച്ചാൽ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 1 കിലോയ്ക്ക് എത്ര രൂപയാണെന്ന് കേട്ടോ. ഇതിൻ്റെ മലയാളം ഞാൻ എഴുതിയില്ല കേട്ടോ, സോറി കേട്ടോ. മലയാളം നമ്മുടെ ടെസ്റ്റിലുണ്ട്, ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താ കുഞ്ഞുങ്ങളെ? 1.5 കിലോഗ്രാം തക്കാളിക്ക് 30 രൂപ. 1.5 കിലോഗ്രാം തക്കാളിക്ക് 30 രൂപ. 1 കിലോ തക്കാളിക്ക് എത്ര ആണെന്ന് കണ്ടുപിടിക്കണം. ഇനിയുള്ള നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള കണക്കുകൾ കണ്ടുപിടിക്കണം കേട്ടോ, 7ാം ക്ലാസ്സിലല്ലേ. അപ്പം നോക്ക്, 1.5 കിലോ എന്ന് പറയുന്നത് നോക്കിക്കേ, ഇതെന്തോ നിങ്ങളെ 1.5, ഇത് മിക്സർ ഫ്രാക്ഷനിലല്ലേ തന്നിരിക്കുന്നത്? സംശയമുണ്ടോ നിങ്ങളെ നിങ്ങൾക്ക്? ഇതേതാണ്? മിക്സർ ഫ്രാക്ഷൻ ആണ് അതായത് മിശ്രഭിന്നം എന്ന് പറയും. മിക്സർ ഫ്രാക്ഷൻ അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ ആദ്യമേ എന്താക്കണമെന്ന് അറിയോ? ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട്, വിഷമഭിന്നത്തിലോട്ട് മാറ്റണം. അത് നമ്മൾ പഠിച്ചതാണ്. ഇത് തെറ്റിപ്പോയല്ലേ കുഞ്ഞുങ്ങളെ? 1.5 എന്നുള്ളതിനെ എങ്ങനെയാണ് എഴുതുന്നത് നല്ലോണം അറിയണം. ഞാൻ അതിൻ്റെ ക്ലൂ താണ്ട് ഇങ്ങനെ ടിക്ക് പഠിപ്പിച്ചായിരുന്നു ഇല്ലേ? എൻ്റെ ഫസ്റ്റ് ലിങ്ക് കണ്ടവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ടിക്ക് ഓർത്തോണം. താഴെ കിടക്കുന്നതിനെ ഇൻഡ്യൂ ചെയ്തിട്ട് മുകളിൽ കിടക്കുന്നതിനെ കൂട്ടുക ചെയ്യുന്നത്. അപ്പം താഴെ കിടക്കുന്ന ആരാണ്? 2 ആണ്. 1 × 2 2 ആണ്. 2 + 1 ആണ് കേട്ടോ. ഇത് തിരിയല്ലേ കുഞ്ഞുങ്ങളെ? കാരണം ഇതിവിടെ 1 വന്നുകൊണ്ട് ചിലപ്പോൾ ഒരേ ആൻസർ വരേക്കും, പക്ഷേ വേറെ ഡിജിറ്റുകൾ വരുമ്പോൾ മാറും. അതുകൊണ്ടാണ് എന്താണ് താഴെ കിടക്കുന്ന എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അംശവും ഛേദവും അല്ലേ? അതൊക്കെ അറിയാമല്ലോ, ഇനി ഞാൻ പറയണ്ടല്ലോ. അപ്പം താഴെ കിടക്കുന്ന ഡിനോമിനേറ്ററിനെ ഇൻഡ്യൂ ചെയ്തിട്ട് മുകളിൽ കിടക്കുന്ന ന്യൂമറേറ്ററിനെ കൂട്ടുക. ഇവിടെ ആർക്കും തെറ്റരുത്. ഇത് തെറ്റിയാൽ നമ്മുടെ എല്ലാം തെറ്റിയെന്ന അർത്ഥം. അപ്പം നമുക്ക് എത്ര കിട്ടി? 3/2 കിട്ടി. നമ്മുടെ ഈ പാഠത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ റെസിപ്രോക്കലാണ് അല്ലേ, വിൽക്രമം എന്നാണ്. അപ്പോൾ എന്താ 3/2 കിട്ടി. അപ്പം നമ്മൾ അതിനെ എന്ത് ചെയ്യുക? റെസിപ്രോക്കലിലോട്ട് മാറ്റുക. അപ്പം ദ പ്രൈസ് ഓഫ് 1 kg 1 കിലോഗ്രാം എന്താ ടൊമാറ്റോയുടെ വില കാണണമെങ്കിൽ എന്ത് ചെയ്യണം? 3/2 റെസിപ്രോക്കലോട്ട് മാറ്റുക. 3/2 നമ്മൾ നേരത്തെ പഠിച്ചില്ല, ഇതുവരെ പഠിച്ചതെല്ലാം ഇങ്ങനെ അല്ലേ? 2/3 വരും. 3/2 റെസിപ്രോക്കലോട്ട് മാറ്റുമ്പോൾ 2/3. അപ്പം നമുക്ക് 30 കിലോഗ്രാം × 2/3 = 60/3 60. ഇനി അതും അല്ലെങ്കിൽ ഞാനൊരു എളുപ്പവഴി പറയട്ടെ കുഞ്ഞുങ്ങളെ. 1.5ക്കാണ് എന്ത് പറഞ്ഞത്? 30 രൂപ. 1.5 എന്ന് വെച്ചാൽ എന്താണ്? അര എന്ന് വെച്ചാൽ എന്താ? ഹാഫ് + ഹാഫ് + ഹാഫ്. അരയല്ലേ എന്താ 1.5 കിലോ. അപ്പോൾ ഇതിന് 3നും കൂടെ എത്ര? 30 അല്ലേ? അപ്പോൾ എത്ര കുഞ്ഞുങ്ങളെ? 10 അല്ലേ? 10 3 10 30. അങ്ങനെ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടാ? എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാം. കാരണം ഓരോരുത്തർക്കും ഓരോ എന്താ കുഞ്ഞുങ്ങളെ തലമണ്ടയല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ചിന്തിക്കാം. അപ്പം നമുക്ക് എന്തായാലും ആൻസർ കിട്ടിയാൽ മതി അല്ലേ? എന്താ 1.5 കിലോയാണ്. ഇങ്ങനെ ഞാൻ റഫായിട്ട് മാറ്റിയിട്ട് നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ശരിയാണോ കേട്ടോ കുഞ്ഞുങ്ങളെ? അപ്പോൾ ഹാഫ് + ഹാഫ് ആണ് 1.5. അതിന് സംശയമില്ലല്ലോ. 1 and ½ അപ്പം അരയും 1 ആണ് അല്ലേ? ഹാഫ് + ഹാഫ് 1 ആണ്. അപ്പം എത്ര? 1 കിലോയുടെ വിലയല്ലേ നമ്മളോട് ചോദിച്ചത്? 10 20. അങ്ങനെയും കിട്ടും. അപ്പം നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ശരിയാണോ? നിങ്ങൾ മാറ്റിയിട്ട് അങ്ങനെ ചെയ്താൽ പറ്റത്തില്ലയോ? ഇത് ഞാനൊരു ക്ലൂ പറഞ്ഞതാണ് കുഞ്ഞുങ്ങളെ. എല്ലാത്തിനും നമുക്ക് ഏത് രീതി വേണമെങ്കിലും ചിന്തിച്ച് കണക്കല്ലേ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങളോട് ചോദിച്ചത് 1.5 കിലോ ടൊമാറ്റോയ്ക്ക് 30 രൂപയാണെങ്കിൽ 1 കിലോയ്ക്ക് എത്ര രൂപയാണെന്നാ. അപ്പം നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന ഇവിടെ ഒരു ഇംപ്രോപ്പറിൽ എത്ര 1.5 കിലോ തന്നായിരുന്നു. ആ കിലോയെ ഈ ക്ലൂ ഒക്കെ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ആ തന്നിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇംപ്രോപ്പറിലോട്ട് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ഇംപ്രോപ്പർ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ 3 എണ്ണം തന്നതിനെ 2 എണ്ണത്തിലോട്ട് മഞ്ഞി അങ്ങനെ പറയാം അല്ലേ? അങ്ങനെ മാറ്റിയതിന് ശേഷം എന്താവും ഞങ്ങളെ അതിനെ റെസിപ്രോക്കൽ കണ്ടിട്ട് ഇതാണ്ട് ഇങ്ങനെ ചെയ്തത്. ഓക്കെ ആണേ. അടുത്തത് 27 students of a class got A+ in maths. They form 3/4 of the entire class. How many students are there in the class? എന്താ കുഞ്ഞുങ്ങളെ അതിൻ്റെ അർത്ഥം? ഒരു ക്ലാസ്സിലെ 27 കുട്ടികൾക്ക് കണക്കിൽ A+ കിട്ടി. എന്താ ഒരു ക്ലാസ്സിലെ മൊത്തം എത്ര കുട്ടികളുണ്ടെന്ന് നമ്മളോട് അവർ പറയുന്നില്ല. മൊത്തം എത്ര? 27 കുട്ടികൾക്കാണ് കിട്ടിയതെന്നാണ് പറയുക. എത്ര പേരുണ്ടായിരുന്നു മൊത്തം അറിയാമോ? ഇല്ല. അപ്പം 27 കുട്ടികൾക്ക് A+ കിട്ടി. ഇവർ ക്ലാസ്സിലെ കുട്ടികൾ ഇനിയും പറയുന്നത് എന്താണെന്നറിയോ? ക്ലാസ്സിലെ കുട്ടികളുടെ 4/3 ഭാഗമാണ് ഈ കിട്ടിയത്. ഇവർ ഈ A+ കിട്ടിയ എന്താണ്? മൊത്തം കുട്ടികളുടെ 4/3 ഭാഗമാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിലാകെ എത്ര കുട്ടികളുണ്ടെന്ന് മൊത്തം അതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കണം എത്ര കുട്ടികളുണ്ടെന്ന് അല്ലേ? എന്തൊരു ചോദ്യമാണ് ഇതൊക്കെ അല്ലേ? എന്താ ഞങ്ങളെ മൊത്തം കുട്ടികളുടെ എണ്ണം നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മളോട് പറഞ്ഞത് 27 കുട്ടികളെ ഈ ക്ലാസ്സിൽ എന്താ A+ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഞങ്ങളൊരു ക്ലൂ തരാം. എന്താ 4/3 ഭാഗമാണ്
ഈ ക്ലാസ്സിലെ കുട്ടികളുടെ 3/4 A+ കിട്ടിയത്. അങ്ങനെ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. ക്ലാസ്സിലാകെ എത്ര കുട്ടികളുണ്ട്. അപ്പം നമുക്ക് വേർഡ് പ്രോബ്ലം തരുമ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്റ്റെപ്പ് എഴുതണം. ഇംഗ്ലീഷുകാർക്കും മലയാളംകാർക്കും എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യം എഴുതേണ്ടത് മൊത്തം എത്ര കുട്ടികൾക്കാണ് A+ കിട്ടിയത്. A+ കിട്ടിയ കുട്ടികളുടെ എണ്ണം എന്താ? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഗോട്ട് A+, 27. ഓക്കെ ആണോ? ഇനി പാർട്ട് ഓഫ് ദ സ്റ്റുഡൻസ് ഹു ഗോട്ട് A+. A+ എന്ന് വെച്ചാൽ ഈ കിട്ടിയ കുട്ടികളുടെ എത്ര ഭാഗമാണെന്നാണ് പറയുന്നത്? 4/3 ഭാഗമാണ്, അല്ലെ 3/4 പാർട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ രണ്ടും നമ്മുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. നോക്കൂ കുഞ്ഞുങ്ങളെ, ടോട്ടൽ നമ്പർ ഓഫ് മൊത്തം കുട്ടികൾ എത്ര ആണെന്ന് നമുക്കറിയില്ല. അറിയാമോ? വേണമെങ്കിൽ അതിനെ X ഇട്ട് വേണമെങ്കിൽ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. മൊത്തം കുട്ടികളുടെ എണ്ണം അറിയാൻ വയ്യാത്തത് കൊണ്ട് X × 3/4 = 27 വേണേൽ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഈ ഈക്വലിന് അപ്പുറത്ത് കിടക്കുന്ന 27 ഇപ്പുറത്ത് കൊണ്ടുവരിക കേട്ടോ. ഇത് ഏത് രീതി വേണമെങ്കിലും ചെയ്യാം. ഇത് ഞാൻ എളുപ്പവഴി ചെയ്തതാണ്. കാരണം നിങ്ങൾക്ക് ഈ X-ഉം Y-യും ഒക്കെ ഇട്ട് ചെയ്യാൻ ആൾജിബ്രിക് എക്സ്പ്രഷൻ അതൊന്നും അത്രയൊന്നും നിങ്ങളെ ചെയ്യിപ്പിക്കുന്നില്ല എന്ന് വിചാരിച്ചാണ് നിങ്ങളെ. ഈക്വലിന് അപ്പുറത്ത് കിടക്കുന്ന അതായത് 27 നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. മൊത്തം കുട്ടികൾ A+ കിട്ടിയ കുട്ടികൾ ഡിവൈഡ് എത്രയാണ്? 3/4. ഇത് ഇത്രയും ക്വസ്റ്റ്യനിലുണ്ടല്ലോ, സംശയമില്ലല്ലോ. ഈ ഡിവൈഡ് മറക്കല്ലേ നിങ്ങളെ. ഡിവൈഡ് എങ്ങനെ വന്നത്? ഇത് തിരിച്ചെഴുതിയത് കൊണ്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇതങ്ങ് ഓർത്ത് വെച്ചിരുന്നാൽ 27 / 3/4 ആണ്. നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ജോലി ചാപ്റ്റർ റെസിപ്രോക്കലാണ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 27 കേട്ടോ റെസിപ്രോക്കലിലോട്ട് 3/4 മാറ്റുക. എപ്പോൾ ഡിവിഷനിൽ ഒരു കണക്ക് തന്നാലും കേട്ടോ, ഇതൊക്കെ എളുപ്പവഴിയാണ് കുഞ്ഞുങ്ങൾ. എളുപ്പവഴിയല്ല, ഡിവിഷനിൽ ചെയ്യുന്ന കണക്ക് ഒന്നുകിൽ നമുക്ക് ഡിവിഷനിൽ ചെയ്യാം. 27 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 3 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് 4 കൊണ്ട് വെട്ടിയൊക്കെ ചെയ്യാം. നിങ്ങളെ ചുമ്മാ ഞാൻ ടെൻഷൻ അടിപ്പിക്കുന്നില്ല. ഇതിനെ നമുക്ക് നേരെ എന്താ ചെയ്താൽ മതി? 27 / 3/4 എന്നുള്ളത് 3/4 മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? മാറ്റിയാൽ മതി. അതായത് ഡിവിഷൻ മാറ്റി ഇൻറ്റു ഇട്ട് കൊടുക്കുക. ഇത് നേരെ തിരിച്ചെഴുതുക 4/3. ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 27 4 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 27 4 കൊണ്ട് ഇൻറ്റു ചെയ്യുക, ഡിവൈഡ് 3 വെച്ച് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അത്രയും നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നോക്കിയാൽ മതി കുഞ്ഞുങ്ങളെ. 27 3 ഏതിൻ്റെയെങ്കിലും ടേബിളിൽ വരുന്നുണ്ടോ നിങ്ങളുടെ അറിവിൽ? 27 3 എന്താ താഴെ വന്നതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ. ഇത് വേണേൽ മൊത്തത്തിൽ വേണേൽ നിങ്ങൾ വരച്ചോ, ഇനി അത് ഡൗട്ട് അടിക്കാൻ. ഈ 27 3 ഏതിൻ്റെയെങ്കിലും ടേബിളിൽ വരുന്നുണ്ടോ? ഉണ്ട്. 3ൻ്റെ ടേബിളിൽ 1 3 3 9 3 27. വെട്ടാനൊക്കെ അറിയാമോ നിങ്ങളെ? വെട്ടി ചെയ്യാൻ ഇത് എളുപ്പവഴിയാണ് വെട്ടി ചെയ്യാന്നുള്ളത് കേട്ടോ. നമ്മൾ ഈ താഴെ തരുന്നതിനെ പറ്റൂ നേരെ ഇട്ട് വെട്ടല്ലേ കുഞ്ഞുങ്ങളെ. ഒരിക്കലും നേരെ താണ്ട് ഇങ്ങനെ ഇട്ട് വെട്ടരുത്. താഴെ തരുന്നതിനെ നമുക്ക് ഇങ്ങനെ വെട്ടാം, ഇങ്ങനെയും വെട്ടാം. എന്താ ഇൻറ്റു പോലെ ഇങ്ങനെ വെട്ടാം കേട്ടോ. പക്ഷെ ഒരിക്കലും നേരെ വെട്ടാൻ പറ്റത്തില്ല. അപ്പം 27 3 3ൻ്റെ ടേബിളിൽ വരുന്നുണ്ട്. 1 3 3 ആണ്. 9 3 20. അതുപോലെ രണ്ടും ഒരേ ടേബിളും വേണേ എടുക്കാൻ. 9 3 27. അപ്പം നമുക്ക് എത്ര കിട്ടി? 9 കിട്ടി. 4 ഇവിടെ ഒരെണ്ണം അല്ലേ. ഇതിനെ വെട്ടി 1 ആയി. ഏതൊരു സംഖ്യയെ 1 കൊണ്ട് ചെയ്താലും ആ സംഖ്യ തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 9 × 4 36. ഇത്രയേ ഉള്ളൂ സംഭവം. പിടി കിട്ടിയോ? ഇംഗ്ലീഷുകാർക്കും മലയാളംകാർക്കും എഴുതിയിട്ടിട്ടുണ്ടേ. എഴുതിയെടുക്കണം കേട്ടോ. എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ വൃത്തിയായിട്ട്. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ. 2/3 ഓഫ് എ ബോട്ടിൽ വാസ് ഫിൽഡ് വിത്ത് 1/2 ലിറ്റർ ഓഫ് വാട്ടർ. ഹൗ മെനി ലിറ്റർ ഓഫ് വാട്ടർ വിൽ ദ ബോട്ടിൽ ഹോൾഡ്? അതായത് 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ഒരു കുപ്പിയുടെ 2/3 ഭാഗം നിറഞ്ഞു. കുപ്പിയിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? ഒരു കുപ്പിയാവും നിങ്ങളെ. ഒരു കുപ്പി റഫായിട്ട് ഞാനൊരു കുപ്പി എന്ന് പറയാം. എന്നാണ്ട് ഇത് നമ്മുടെ ഒരു കുപ്പിയാണ്. ഈ 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ, അതായത് ഒരു 1/2 ലിറ്റർ വെള്ളം എടുത്ത് ഇതിനകത്തിലോട്ട് ഒഴിച്ചപ്പോൾ 3ആയിട്ട്, ഞാനിപ്പോൾ ഒരു കുപ്പിയുടെ 3 ഭാഗം എന്നങ്ങ് വിചാരിച്ചു. ഇത് 3 അല്ലേ? 1 2 3 ഭാഗം. അതൊക്കെ നമുക്കറിയാമല്ലോ അല്ലേ. എന്താ 3 ഇവിടെ താഴെ എത്രയാണോ തരുന്നത് അത്രയായിട്ട് നേരെ മുറിക്കുക. 3 ഭാഗം. ഇത് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായില്ലെങ്കിൽ പുകച്ച് കളയണ്ട കേട്ടോ. ഉള്ളതുകൂടെ നിങ്ങൾ മറക്കല്ലേ കുഞ്ഞുങ്ങളെ. ഒരു എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയാണ്. ഒരു 1/2 ലിറ്റർ വെള്ളം എടുത്ത് ഇതിൽ ഒഴിച്ചപ്പോൾ 3/2 ഭാഗം, അതായത് ഏകദേശം ഇത്രയും ഭാഗം എന്ത് ചെയ്തു? നിറഞ്ഞു. കുപ്പിയിൽ എത്ര ലിറ്റർ വെള്ളം? ഇനി ഇത്രയും കൂടെ ഉണ്ട്. എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്ന് നമുക്ക് ചെയ്ത് നോക്കണം. അപ്പം നോക്കിയേ, മൊത്തം എത്ര ഉണ്ട് കുഞ്ഞുങ്ങളെ?
അതായത് 2/3. അപ്പം വോളിയം ഓഫ് വാട്ടർ ടു ഫില്ല് 2/3 പാർട്ട് ഓഫ് ദ ബോട്ടിൽ ഹാഫ് അല്ലേ. അതായത് വോളിയം ഓഫ് ഒരു കുപ്പിക്കകത്ത് എത്രത്തോളം കൊള്ളും, വോളിയം എന്ന് വെച്ചാൽ വ്യാപ്തമാണ് അല്ലേ. അപ്പം എത്രത്തോളം കൊള്ളുമെന്നാണ്, എത്രത്തോളമാണ്. അപ്പം നമുക്ക് 2/3 ഒരു ഹാഫ് ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ 2/3 അല്ല 3/2 ഭാഗം നിറഞ്ഞു എന്നാണ്. 3 അല്ലേ, 1 2 3 ഈ 3 3/2 ഭാഗവും നിറഞ്ഞു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം എന്താ നമ്മൾ അതിനെ എങ്ങനെ എഴുതുമെന്നാ, എങ്ങനെ തന്നെ എഴുതണം നിങ്ങൾ. എത്ര ഭാഗമാണ് നിറഞ്ഞത്, എത്രയാണോ ഒഴിച്ചത് അത് തിരിഞ്ഞു പോകില്ല കേട്ടോ. എന്താ 1/2 ലിറ്ററാണ് ഒഴിച്ചു കൊടുത്തത്. 1/2 ലിറ്റർ ഒഴിച്ചപ്പോൾ എത്ര ഭാഗമായാണ് ഇത് തിരിഞ്ഞു പോകല്ലേ കുഞ്ഞുങ്ങളെ. 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോഴാണ് എത്ര 3/2 ഭാഗം നിറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിനെ എന്താ ഡിവിഷനിൽ വരുന്നതിനെ നമ്മൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി എങ്ങനെ ചെയ്തിട്ടുണ്ട്, ആദ്യത്തേനെ അതുപോലെ എഴുതുക, ഡിവിഷൻ മാറ്റി ഇൻറ്റു ഇട്ട് കൊടുക്കുക, നേരെ റെസിപ്രോക്കൽ. ഡിവിഷൻ മാറ്റി എപ്പോൾ നമ്മൾ ഇൻറ്റു ഇട്ട് കൊടുക്കുന്നോ ഡിവിഷൻ കഴിഞ്ഞ് ഏത് സംഖ്യയാണോ കിടക്കുന്നോ അതിനെ നേരെ തലതിരിച്ചിടുക. അത് മറക്കല്ലേ. എത്ര നിങ്ങളെ 3/2. ഇത് വന്ന സംശയമുണ്ടോ? ഇനി 1 × 3 3 ആണ്, 2 × 2 4 ആണ്. അപ്പോൾ 3/4 ആണ് ആൻസർ. സംശയമുണ്ടോ നിങ്ങളെ? അതായത് മൊത്തം എത്രയാണ്, ഒരു കുപ്പിയുടെ 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ നമുക്ക് എത്ര, 3/2 ഭാഗം നിറഞ്ഞു. ബാക്കി എത്ര ഉണ്ട്, അതുകൊണ്ട് ഇവിടെ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പം മൊത്തം എത്ര, നമ്മൾ എത്രയാണോ ഒഴിച്ചു കൊടുത്തത് ഡിവൈഡ് എത്ര ആയി കേട്ടോ. ഇത് തിരിഞ്ഞു പോകല്ലേ, എത്രയായി. എന്നിട്ട് ഒഴിച്ചു കൊടുത്തത് ഇൻറ്റു ഇതിനെ എന്ത് ചെയ്യണം, റെസിപ്രോക്കിലോട്ട് മാറ്റിയിട്ട് ചെയ്യണം. ഓക്കെ ആണോ നിങ്ങളെ? രണ്ടാമത്തെ ഇതുപോലെ എഴുതിയെടുക്കണേ. അടുത്ത 3/4 ഇത് നിങ്ങളുടെ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ഇതെല്ലാം കേട്ടോ, എക്സസൈസ് ക്വസ്റ്റ്യൻ ആണേ. നോക്കൂ നിങ്ങളെ, 3/4 ഓഫ് എ വെസൽ ഹോൾഡ് 1/2 ലിറ്റർ ഓഫ് വാട്ടർ. What is the capacity of the vessel in liter if it is completely filled with water? ഒരു പാത്രത്തിൻ്റെ 4/3 ഭാഗം വെള്ളം എടുത്തപ്പോൾ, ഒരു പാത്രം എടുക്കുക, എല്ലാം പാത്രം അല്ലേ, ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ 4/4 നമ്മളിപ്പോൾ എത്രയാണോ താഴെ അടിയിൽ എത്രയാണോ അത്രയായിട്ടാണ് നമ്മൾ ഇതിനെ മുറിക്കേണ്ടത്. 1 2 3 1 2 3 4 അല്ലേ, 4/3 ഭാഗം വെള്ളം എടുത്തപ്പോൾ 1 2 3 ഇത്രയും ഏകദേശം ഇത്രയും നമ്മൾ വെള്ളം എടുത്തപ്പോൾ എന്താ 1.5 ലിറ്ററായി. ഇത്രയും എടുത്തപ്പോൾ അത് 1.5 ലിറ്ററായി അല്ലേ. പാത്രത്തിൽ നിറയെ വെള്ളം എടുത്താലോ, ഇനി ഇവിടെയും കൂടെ അങ്ങ് എടുത്താൽ എത്രയാവുമെന്ന്, ഇനി ഇത്രയും കൂടെ വേണം, എത്രയാവുമെന്ന്. എത്ര ആവും നിങ്ങളെ? ഇത് കാണുമ്പോഴേ നമുക്കറിയാം എന്താ 4ആയിട്ടാണ് നമ്മൾ ഇതിനെ മുറിച്ചത് അല്ലേ. അല്ലേ നിങ്ങളെ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇത് മാറ്റിയിട്ട് വേറെ വരയ്ക്കണ്ട. ഇതൊരു കുപ്പി, ഇതൊരു പാത്രം ആണല്ലോ. ഈ പാത്രം കണ്ട് ഇങ്ങനെ വാ തുറന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ പേടിക്കേണ്ടാണ് ഇത് കേട്ടോ. ഇതൊരു പാത്രം, ഇതിനെ 4ആയിട്ട് 1 2 3 4 4 ഉണ്ടാവും നിങ്ങളെ. 1 2 3 4 ഈ ക്ലൂ ഓർത്ത് വെക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് വരയ്ക്കുന്നത്. ഇത് വേറെ ടീച്ചർമാരൊന്നും ഈ ക്ലൂ തരത്തില്ല കേട്ടോ. എന്ന് വെച്ചാൽ എന്താ പറഞ്ഞാൽ ഒരു പാത്രത്തിൻ്റെ 4/3 എന്ന് വെച്ചാൽ അതാണ്ട് ഇവിടെ വരെ അല്ലേ, 3 ഭാഗം എന്ന് വെച്ചാൽ അതാണ്ട് ഇവിടെ തൊട്ട് ഇവിടെ വരെ എന്താ ഭാഗം വെള്ളം എടുത്തു. അത്ര എടുത്തപ്പോൾ തന്നെ എത്ര ആവും നിങ്ങളെ? 1.5 ലിറ്ററായി. 1.5. അപ്പം നമുക്കറിയാം അര അര അര, അപ്പോൾ 1.5 ആയില്ലേ നിങ്ങളെ? ആ ഒരു ക്ലൂ നിങ്ങൾക്ക് മനസ്സിലായോ? എന്താ നിങ്ങളെ ഹാഫ് കൂടെ ആയപ്പോൾ 1.5 ആയില്ലേ. അതിൻ്റെ കൂടെ അപ്പോൾ ആ ബാക്കിയും കൂടെ ആകുമ്പോൾ എത്ര നിങ്ങളെ? ഹാഫ്. അപ്പോൾ എത്ര? 2 ആയി. ഇത് നമുക്ക് നോർമലി ചിന്തിക്കാം, പക്ഷെ നമ്മൾ ഇത് എങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 2 ലിറ്റർ കിട്ടും. ഇത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതായത് ഈ 4 വന്ന എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ 4/3 ഭാഗമെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 4 അതുകൊണ്ടാണ് അവിടെ 4 വരച്ചത്. മുമ്പ് ഞാൻ വരച്ചതിലൊരു 3 വരച്ചല്ലോ. എന്തുകൊണ്ടാണ്? അതിൽ 3/2 ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 4/3 ഭാഗം. അത് മനസ്സിലായില്ലെങ്കിൽ വിട്ടേരാൻ, നമുക്ക് ഈ മെത്തേഡ് ചെയ്യാം. ഇത് മനസ്സിലാകുന്നവർക്ക് ഇത് എളുപ്പമാണ് കേട്ടോ. ഞാനതുകൊണ്ട് 2 മെത്തേഡിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ വോളിയം ഓഫ് എ വെസൽ എത്ര ഉണ്ട് മൊത്തം? 3/4 അല്ലേ. 3/4 എന്ന് പറയുന്നത് എത്ര? 3/4 ഒഴിച്ചപ്പം എന്താ വെള്ളം എടുത്തപ്പോൾ നമുക്ക് 1.5 ലിറ്റർ ആയെന്ന്. അപ്പോൾ വോളിയം ഓഫ് വെസൽ നമ്മൾ കാണണമെങ്കിൽ എന്താ? വോളിയം ഓഫ് വെസൽ ഇൻറ്റു 3/4 = 3/2 ലിറ്റർ. അപ്പം നമുക്ക് തന്നിരിക്കുന്ന എത്ര ആണോ എത്ര? 3/2. ഈ 3/2 വന്നത് എങ്ങനെയാവും നിങ്ങളെ? 3/2 വന്നത് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ടോ? 3/2 3/2 വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1.5 നമ്മൾ എന്തോ ആക്കി? 1.5. അതായത് 1 × 2 + 1 അല്ലേ, /2
2 അതാണ് 3/2 വന്നത് കേട്ടോ. 3/2 ഡിവൈഡ് എത്ര 3/4 ഇതൊക്കെ വന്നത് എങ്ങനെയാണെന്ന് സംശയം ഉണ്ടോ നിങ്ങളെ? ഈ 3/2 എന്ന് പറയുന്നത് ഏതാണെന്ന് മനസ്സിലായോ? നമ്മുടെ എത്ര ആണോ നമ്മൾ വെള്ളം എടുത്തപ്പോൾ എത്ര ലിറ്റർ ആയെന്ന് കാണിച്ചാണ് 3/2. നിങ്ങൾക്ക് ഈ പടം മനസ്സിലാവുന്നവർക്കും ഇത് എളുപ്പം മനസ്സിലാവുന്നുണ്ടല്ലേ? 3/2 വന്നത് എങ്ങനെയാ? അതായത് 1.5 ലിറ്റർ അല്ലായിരുന്നു, 1.5 ലിറ്റർ വെള്ളം എടുത്തപ്പോൾ ഒരു പാത്രത്തിൻ്റെ 4/3 ഭാഗം വെള്ളം എടുത്തപ്പോൾ 1.5 ലിറ്ററായി. ആ 1.5 നമ്മൾ മിക്സഡിലായിരുന്നു നമുക്ക് തന്നത് അല്ലേ? അതിനെ നമ്മൾ ഇംപ്രോപ്പറിലോട്ട് മാറ്റിയതാണ് 3/2. അതിന് സംശയം ഉണ്ടാവും നിങ്ങളെ? 3/2. അപ്പോൾ ആ 3/2 ഡിവൈഡ് 3/4. അപ്പോൾ നമുക്ക് ഡിവിഷനിലല്ലേ തന്നേക്കുന്നത്? ഡിവിഷനിൽ തന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നതിനെ അതുപോലെ എഴുതുക, ഡിവിഷൻ മാറ്റി ഇൻറ്റു കൊടുക്കുക, ഡിവിഷൻ കഴിഞ്ഞ് വരുന്നതിനെ റെസിപ്രോക്കലിലോട്ട് മാറ്റുക, അതായത് തലതിരിച്ചിടുക. 4 × 3 12, 2 × 3 6. അപ്പോൾ 12/6 എന്ന് പറഞ്ഞാലും 2 വരും. അതല്ല വെട്ടി ചെയ്യാൻ അറിയാവുന്നവർക്ക് വെട്ടിയും ചെയ്യാം. ഇവിടെ 4/2 വന്ന എങ്ങനെയാണെന്ന് സംശയം ഉണ്ടാവും നിങ്ങളെ? എന്താ വെച്ചാൽ എന്താ ഈ മേളിൽ കിടക്കുന്നതിനെ താഴെ കിടക്കുന്നുണ്ട്, ഇത് വെട്ടിപ്പോ മുമ്പ് ഞാൻ പറഞ്ഞല്ലേ? അപ്പോൾ എത്ര 1 ആണ് 1 അല്ലേ? അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതിങ്ങനെ വെട്ടാൻ അറിയില്ലെങ്കിൽ 3 × 4 എത്ര 12, 2 × 3 6, 12/6 2. അങ്ങനെയും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏത് രീതിയാണോ മനസ്സിലാവുന്നത് അതോ ഇതൊന്നും മനസ്സിലാവുന്നില്ലയോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഒന്നുകൂടെ പറയണോ? അതായത് ഒരു പാത്രത്തിൻ്റെ 4/3 ഭാഗം വെള്ളം എടുത്തപ്പോൾ ഞാൻ അതിനെ ഇവിടെ 4 കാണിച്ചത്, 4 ഭാഗിക്കുക, 4 അങ്ങ് വീതിക്കുക. ഈ 4/3 ഭാഗം എടുത്തപ്പോൾ തന്നെ 1.5 ലിറ്റർ ആയെന്ന്. മുമ്പ് ഞാൻ നമ്മുടെ ആദ്യത്തെ കണക്കിൽ തന്നെ ഉണ്ടായിരുന്നു, ഹാഫ് 3 ഹാഫ് ചേരുന്നതല്ലേ 1.5. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഒരു ഇത്രയും കൂടെ പോരെ? അപ്പോൾ എന്താ അരയും കൂടെ ആയപ്പോൾ 2 ആയെന്ന് ഒരു എളുപ്പത്തിന് ഞാൻ പറഞ്ഞായിരുന്നു. ആ രീതി വെച്ച് അങ്ങ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏതാണോ മനസ്സിലാവുന്നത് ആ രീതി ചെയ്താൽ മതി കേട്ടോ. അടുത്ത the two of the 3 ribbons of the same length and half of the 3 ribbons were placed end to end if came to 1 meter. What is the length of a ribbon in centimeter? ഒരേ നീളമുള്ള 3 നാട റിബൺ ആവും നിങ്ങളെ. ഒരേ നീളമുള്ള 3 റിബണുകൾ അല്ലേ? അതിൽ 2 എണ്ണവും ഇത് നല്ലപോലെ മനസ്സിലാക്കണേ നിങ്ങളെ. ഒരേ നീളമുള്ള 3 നാട എന്ന് വെച്ചാൽ 3 റിബൺ, ഒരേ നീളമുള്ള 3 റിബൺ അല്ലേ? ഈ 3 റിബണിൻ്റെ 2 എണ്ണവും ഇതിൻ്റെ 2 എണ്ണം എടുത്തു. മൂന്നാമത്തതിൻ്റെ പകുതിയും ഈ മൂന്നാമത്തതിൻ്റെ പകുതിയും അല്ലേ എടുത്തു. അപ്പം നമുക്ക് എത്ര 2 എണ്ണം എടുത്തു, ഒരെണ്ണത്തിൻ്റെ പകുതി എടുത്തു. അതുകൊണ്ട് അതിങ്ങനെ എഴുതണ്ടേ, 2 എണ്ണം എടുത്തു, പിന്നെ ഒരെണ്ണത്തിൻ്റെ പകുതിയും എടുത്തു അല്ലേ? ചേർത്ത് വെച്ചപ്പോൾ റിബണിൻ്റെ ചേർത്ത് വെച്ചപ്പോൾ നമുക്ക് എത്ര എന്നാ പറഞ്ഞേ? 1 മീറ്റർ ആയെന്ന് അല്ലേ? അപ്പം 2 + 1/2 എന്ന് എഴുതിയാൽ നമ്മൾ എങ്ങനെ എഴുതണം അതിനെ? ഇത് മിക്സഡല്ലേ വന്നേ, അതിനെ നമ്മൾ ഇംപ്രോപ്പറിലോട്ട് മാറ്റി. അത്രയും സംശയം ഉണ്ടാവും ഞങ്ങളെ? എന്നിട്ട് നമ്മൾ എന്തോ ചെയ്യണമെന്ന് ഇറക്കിയേ. ഇനി ഒരു റിബണിൻ്റെ നീളം എന്ന് പറയുന്നത് അതിന് നമ്മൾ 1 ഡിവൈഡ് നമ്മൾ മറ്റേ എന്താ ഇംപ്രോപ്പറിലാക്കിയില്ലായിരുന്നു, അതുകൊണ്ട് 5/2 അതെ കണ്ടോ? അപ്പം നമുക്ക് ഡിവിഷനിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? നേരെ തിരിച്ച് ഇൻറ്റൂലോട്ട് മാറ്റുക, റെസിപ്രോക്കലിലോട്ട് മാറ്റുക. 1 × 2 2 5. അപ്പം നമ്മൾ ഇതിനെ എന്താക്കി? പിന്നെ ഒരു നാടയുടെ നീളം എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റാൻ. അപ്പോൾ 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആവും നിങ്ങളെ? 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം, എങ്കിലേ കണക്ക് ചെയ്യാൻ പറ്റൂ. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പം നമുക്കിതിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റാൻ 2/5 നമുക്ക് കിട്ടി. അതിൻ്റെ സംശയം ഉണ്ടോ നിങ്ങളെ? 2/5 എങ്ങനെയാണ്? നിങ്ങളിതൊന്ന് നോക്കണേ കേട്ടോ. 2/5 × 100 വന്നത് 1 മീറ്റർ എന്ന് വെച്ചാൽ 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പം നമ്മൾ 2 × 100 200/5 40 200നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 40 കേട്ടോ. ചെയ്ത് നോക്കണേ നിങ്ങളെ. 200നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര? 40. സംശയം വല്ലതും ഉണ്ടോ? ഇതെല്ലാം എളുപ്പവഴിയാണേ. അവസാനം എല്ലാം കൂടെ അങ്ങ് എളുപ്പവഴിയാവല്ലേ കുഞ്ഞുങ്ങളെ? അടുത്ത അത് അത്രയേ ഉള്ളൂ എക്സസൈസ്. ഇനി ഫ്രാക്ഷൻ ഡിവിഷൻ, ഭിന്നഹരണം. The price of 5 penny is 40 rupees. What is the price of a pen? നമുക്കറിയാം ഇല്ലേ? നമുക്ക് അതിന് കൂടുതൽ ഇടണമെങ്കിൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതായത് എന്താ കുഞ്ഞുങ്ങളെ? 5 പേനയ്ക്ക് 40 രൂപയാണ്. എന്താ കുഞ്ഞുങ്ങളെ? 5 പേനയ്ക്ക് 40 രൂപയാണ്. ഒരു പേനയുടെ വില എത്ര? നമുക്കറിയാം. 5 പേനയ്ക്ക് 40 രൂപയാണെങ്കിൽ എന്തോ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. എത്ര? 40നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം നമുക്ക് എത്ര കിട്ടും? 8 കിട്ടി. ഇത് ടെസ്റ്റിലെ ഒരു ചോദ്യമാണ്. ഇതെങ്ങനെ കിട്ടി? എങ്ങനെ എഴുതുമെന്ന് വെച്ചാൽ 40 × 1/5 ആണ് കേട്ടോ.
ഇത് മനസ്സിലായോ നിങ്ങളെ? നിങ്ങളുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട്, ഞാനൊന്ന് എഴുതിയിട്ട് കാണിച്ചതാണ്. ഇങ്ങനെയാണ് ഇത് കിട്ടുന്നതെന്ന് കേട്ടോ. ഈ മോഡൽ നോക്കണേ, നല്ലപോലെ നോക്കി പഠിച്ചിട്ട് വേണം അടുത്ത ചോദ്യത്തിലോട്ട് കയറാം. നോക്കൂ നിങ്ങൾ, അതിൻ്റെ അടുത്ത എക്സസൈസാണ്. അതായത് 16 മീറ്റർ നീളമുള്ള, അത് തന്നെയല്ലേ നമ്മൾ ഓരോ എക്സർസൈസ് ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. യെസ്, 16 മീറ്റർ നീളമുള്ള ഒരു കമ്പി 2/3 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കിയാൽ എത്ര കഷ്ണങ്ങളുണ്ട്? എന്തോ ഞങ്ങളെ 16 മീറ്റർ നീളമുള്ള, 16 മീറ്റർ ഉണ്ടെന്ന് വിചാരിച്ചു. 16 മീറ്റർ നീളമുള്ള ഒരു കമ്പി, 16 മീറ്റർ ലോങ് റോഡ്. ലോങ് എന്ന് വെച്ചാൽ നീളമുള്ള റോഡ്. നമ്മൾ നടന്നു പോകുന്ന റോഡല്ലേ കുഞ്ഞുങ്ങളെ, ഇവിടെ കമ്പി എന്നാണ് അർത്ഥം. ഇവിടെ നല്ല റോഡ് കമ്പിയാണ് കേട്ടോ. ഈസ് കട്ട് ഇൻ ടു പീസ് ഓഫ് ലെങ്ത് 2/3 മീറ്റർ. ഇതിനെ നീളമുള്ള കഷ്ണങ്ങളാക്കിയാൽ എത്ര, ഹൗ മെനി സച്ച് പീസ് വിൽ ബി ദെയർ? എത്ര കഷ്ണം? അപ്പം നമ്മൾ 16 മീറ്റർ നീളമുള്ള ഒരു കമ്പിയാണ്. 16 മീറ്റർ നീളമുള്ള ഒരു കമ്പിയെ 2/3 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കിയാൽ, ഇതിനെ നമ്മൾ 2/3 നീളമുള്ള കഷ്ണങ്ങളാക്കിയാൽ ഇത് എത്ര കഷ്ണം കിട്ടും? എത്ര നിങ്ങളെ? അപ്പം നമുക്ക് സ്റ്റെപ്പ് എഴുതാം. എന്തോ തന്നിട്ടുണ്ട്, ലെങ്ത് ഓഫ് ദ റോഡ് തന്നിട്ടുണ്ട്. ആകെ എന്താ കമ്പിയുടെ ആകെ നീളം, എന്താ കമ്പിയുടെയാണ്, കമ്പി അല്ലെ റോഡ്സ് 16 മീറ്റർ ആണ് അല്ലേ. ലെങ്ത് ഓഫ് 1 പീസ്, ഇത് ക്വസ്റ്റ്യൻ തന്ന സ്റ്റെപ്പാണ്. എന്താ ഒരു പീസിൻ്റെ എന്ന് വെച്ചാൽ 2/3, ഇത് ഇത്രയും നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പം ഇനി മൊത്തം ഭാഗം കാണണമെങ്കിൽ എന്താവും നിങ്ങളെ, നമുക്ക് 16 മീറ്റർ നീളമുള്ളതിനെ ഡിവൈഡ്, നമ്മുടെ ചോദ്യം ഡിവിഷൻ്റെ ആയതുകൊണ്ടാണ് ഇതെല്ലാം ഡിവൈഡ് വന്നത്. ഇത് ഈ നിങ്ങളുടെ ഇതിനകത്തിലെ എല്ലാ ക്വസ്റ്റ്യനും ഇത് തന്നെ ആവും നിങ്ങളെ. 2/3 ഡിവൈഡ് 2/3 വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഡിവിഷൻ മാറ്റി ഇൻറ്റു ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് വരുന്നതിന് തലതിരിച്ചിട്ട് കൊടുക്കുക, റെസിപ്രോക്കൽ ഇട്ട് കൊടുക്കുക. അപ്പം 16 × 3/2, 16 × 3 48/2 24. ഓക്കെ ആണല്ലോ? നല്ലപോലെ എഴുതിയെടുത്ത് ബുക്കിൽ നല്ലപോലെ അങ്ങ് എഴുതിയെടുക്കണം. അപ്പം നിങ്ങൾ ഈ മലയാളം ഇംഗ്ലീഷും അങ്ങ് എഴുതിയെടുത്തോ. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാവും. നിങ്ങൾ ഓരോന്നും വായിക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവം പിടികിട്ടും. അതുകൊണ്ട് നിങ്ങൾ മലയാളവും ഇംഗ്ലീഷും എഴുതി പഠിക്കണം കേട്ടോ. ഇംഗ്ലീഷൊക്കെ എഴുതി പഠിക്കുന്ന ഭാവിയിൽ നിങ്ങൾക്ക് ഉപകരിക്കും കുഞ്ഞുങ്ങൾ കേട്ടോ. അടുത്ത് നോക്കിക്കേ, മലയാളം മാത്രം പഠിച്ച് നമുക്കൊന്നും ആവാൻ പറ്റില്ല കേട്ടോ. ഇംഗ്ലീഷ് പഠിച്ചെങ്കിലേ പറ്റൂ കേട്ടോ. മലയാളം മീഡിയം ആണെന്ന് വിചാരിച്ചെൻ്റെ കുഞ്ഞുങ്ങളെ ഇംഗ്ലീഷിനെ നിങ്ങൾ തള്ളിക്കളയരുത്. ജീവിതത്തിൽ നമുക്ക് എന്താ മലയാളം പഠിച്ചാൽ നമ്മൾ ഈ ഇട്ടാവട്ട സ്ഥലത്ത് കിടന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാനേ പറ്റത്തുള്ളൂ. നാളെ ഭാവിയിൽ നിങ്ങൾ എന്താ ആരൊക്കെയാവും എന്നൊക്കെ നമുക്ക് എല്ലാം പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് എന്താണ് എപ്പോഴും എല്ലാ ഭാഷ എല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട, നമുക്ക് ഹിന്ദി ആയാലും ഈ പിന്നെ എന്താ ഇംഗ്ലീഷ് ആയാലും മലയാളം അറിഞ്ഞില്ലെങ്കിൽ ഇംഗ്ലീഷൊക്കെ അറിയണം കേട്ടോ കുഞ്ഞുങ്ങളെ. മലയാളം അറിയണ്ടെന്നല്ല, മലയാളത്തിന് അതുകൊണ്ട് മാർക്ക് കുറയണമെന്നല്ല കുഞ്ഞുങ്ങളെ. നമുക്ക് ഇംഗ്ലീഷൊക്കെ എപ്പോഴും ആവശ്യമുള്ളൊരു ഭാഷയാണ് കേട്ടോ. അപ്പം ഇംഗ്ലീഷൊക്കെ എഴുതി പഠിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം അടുത്ത് നോക്കിക്കേ, 1/4 ലിറ്റർ വെള്ളം 3/4 ലിറ്റർ വീതം കൊള്ളുന്ന കുപ്പികളിലാക്കണം. എത്ര കുപ്പികളാക്കണം? എന്താ നിങ്ങളെ, ഹൗ മെനി 3/4 ലിറ്റർ ബോട്ടിൽ ആർ നീഡഡ് ടു ഫിൽ 1/4 ലിറ്റർ ഓഫ് വാട്ടർ? 5.25 എന്നാണ്. 1/4 എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച 1/4 എന്ന് വെച്ചാൽ 1/4 എന്നാണ് അല്ല. 5.25 ലിറ്റർ വെള്ളം 3/4 ലിറ്റർ വീതം കൊള്ളുന്ന കുപ്പികളിലാക്കണം. 3/4 ലിറ്റർ വെള്ളം കൊള്ളുന്ന കുപ്പികളിലാക്കണം. എത്ര കുപ്പികളിലാക്കും? അപ്പം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിക്കേ, എല്ലാം മിക്സഡ് ഫ്രാക്ഷനിലാണ് തന്നിരിക്കുന്നത് അല്ലേ. ഓക്കെ, 5.25 എന്നുള്ളതിനെ നമ്മൾ എന്താക്കണം, താഴെ കിടക്കുന്നതിനെ ഇൻഡ്യൂ ചെയ്തിട്ട് മേളിൽ കിടക്കുന്ന കൂട്ടുമ്പോൾ നമുക്ക് 21/4 കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി വോളിയം ഓഫ് എത്രയാ? 3/4 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്കറിയാം എന്താ തരുന്ന ക്വസ്റ്റ്യൻ ഡിവിഷനിലാണെന്നും നമുക്കറിയാം. അതിനെന്താ റെസിപ്രോക്കലോട്ട് മാറ്റാനും നമുക്കറിയാം. അറിയാവോ കുഞ്ഞുങ്ങളെ? നമ്പർ ഓഫ് ബോട്ടിൽ എത്ര? 3/4നെ റെസിപ്രോക്കലോട്ട് മാറ്റുമ്പോൾ എന്താ 4/3. അറിയാമല്ലോ. ഒന്നുകിൽ നമുക്ക് 21 × 4 84, 4 × 3 12, 84/12. 84നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താലും 7 കിട്ടും. അതല്ല നിങ്ങൾക്ക് വലിയ സംഖ്യ ചെയ്യാൻ അറിയത്തില്ല, ഇപ്പോഴും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ കുഞ്ഞുങ്ങളെ, ഒരേ ഇവിടെ ഒരു 4 മുകളിലും താഴെയാണെങ്കിൽ മാത്രമേ വെട്ടാൻ പറ്റത്തുള്ളേ. 4നെ 4 ഒരു വെട്ടം വെട്ടാൻ പറ്റും. അതുപോലെ തന്നെ 21നെ 3 കൊണ്ടും വെട്ടാൻ പറ്റും. അത് നിങ്ങൾക്ക് 21നെ ഒന്നും വെട്ടാൻ അറിയില്ലെങ്കിൽ ഈ വെട്ടാനുള്ള ഏതാണെന്ന് വെച്ചാൽ അത് എഴുതിയിട്ട് ചെയ്താൽ മതി. അവസാനം ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് വെട്ടും കിട്ടിക്കൊണ്ട് വരരുത് വീട്ടിൽ. പറഞ്ഞ കേട്ടല്ലോ, അറിയാവുന്ന കാര്യം മാത്രമേ ചെയ്യാവൂ. നിങ്ങൾ 21 × 4 ചെയ്യുക, 84. 4 × 3 12. ഈ 84/12, 84നെ 12 വെച്ച് ചെയ്യുക. അതല്ല വെട്ടാൻ അറിയാവുന്നവർ മാത്രമേ വെട്ടിക്രിയ ചെയ്യാവൂ. ഓക്കെ, അതിൻ്റെ ആൻസർ 7 തരും. അടുത്ത 13.5 കിലോ. എത്ര കുഞ്ഞുങ്ങളെ?
13.5 കിലോഗ്രാം പഞ്ചസാര 2.25 കിലോഗ്രാം വീതമുള്ള സഞ്ചികളിലാക്കണം. എത്ര സഞ്ചികൾ വേണം? 13 1/2 kg of sugar is to be packed into bag with 2 1/4 kg sugar each. How many bag are needed? എത്ര കുഞ്ഞുങ്ങളെ? 13.5 കിലോ പഞ്ചസാരയുണ്ട് അല്ലേ? 13.5 കിലോ പഞ്ചസാര 2.25 കിലോഗ്രാം ആയിട്ട് മാറ്റണം. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത നോക്കിയേ, ഇത് രണ്ടും എന്താണ്? മിശ്ര ഭിന്നം അല്ലെങ്കിൽ എന്താ കുഞ്ഞുങ്ങളെ? മിക്സർ ഫ്രാക്ഷനിലാണ് അല്ലേ? മിക്സർ ഫ്രാക്ഷനെ നമ്മൾ എന്താക്കണം? അപ്പോൾ അത് വെയിറ്റ് ഓഫ് ഷുഗർ 13.5 13.5 നമ്മൾ എന്താക്കി? ഇംപ്രോപ്പർ അല്ലെങ്കിൽ എന്താ വിഷമ ഭിന്നത്തിലോട്ട് മാറ്റി അല്ലേ? അപ്പോൾ എന്താ 13.5 നമുക്കറിയാം, താഴെ കിടക്കുന്ന ഇൻഡ്യൂ ചെയ്തിട്ട് മേളിൽ കിടക്കുന്ന കൂട്ടപ്പോൾ 27 കിട്ടി. ഓക്കെ, ഇനി ഓരോ സഞ്ചികളിലാക്കേണ്ടത് എത്രയാണ്? 2.25. അതും നമുക്ക് എന്താണ്? മിക്സർ ഫ്രാക്ഷനിലാണ് അല്ലേ? മിക്സർ ഫ്രാക്ഷനിലായപ്പോൾ എന്താ കുഞ്ഞുങ്ങളെ? അതിനെ നമ്മൾ എന്താക്കി? 9/4 ആക്കി. അപ്പം ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജോലി എന്താണ്? ഇതിനെ എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാന്നുള്ള അല്ലേ? ഡിവൈഡ് ചെയ്യാൻ എന്തോ ചെയ്യണം? 27/2 ഡിവൈഡ് 9/4. 27/2 ഡിവൈഡ് 9/4. അപ്പോൾ എന്താ? ഡിവിഷനെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി ഇൻറ്റു ഇട്ട് കൊടുത്തിട്ട് ഇത് തലതിരിച്ചെഴുതുക. മുമ്പ് ഞാൻ പറഞ്ഞു, വെട്ടാൻ അറിയാമെങ്കിൽ മാത്രമേ വെട്ടാവൂ. 2ഉം 4ഉം 2ൻ്റെ ടേബിളിൽ വരും. 1 2 2 2 2 4. 9ഉം 27ഉം 3ൻ്റെ ടേബിളിൽ വരും, അല്ലെങ്കിൽ 9ൻ്റെ ടേബിളിൽ വരും. 1 9 9 3 9 27. അപ്പം നമുക്ക് എത്ര? 3 × 2 6 വരും ആൻസർ. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ മാത്രമേ വെട്ടി ചെയ്യാവൂ നിങ്ങളെ, അല്ലെങ്കിൽ 27 × 4 / 9 × 2 വെച്ച് ചെയ്യാം കേട്ടോ. വെട്ടാൻ അറിയാമെങ്കിൽ മാത്രമേ വെട്ടി ചെയ്യാവൂ കേട്ടോ. അടുത്ത ഒരു ചതുരത്തിന്റെ പരപ്പളവ് 22.5 ചതുരശ്ര സെന്റിമീറ്റർ. അതിന്റെ ഒരു വശത്തിന്റെ നീളം 3 1/4 സെന്റിമീറ്റർ. മറ്റേ വശത്തിന്റെ നീളം എത്രയാണ്? ദ ഏരിയ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 22 1/2 സ്ക്വയർ സെന്റിമീറ്റർ ആൻഡ് വൺ സൈഡ് ഈസ് 3 3/4 സെന്റിമീറ്റർ ലോങ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് അതർ സൈഡ്? വല്ല മനസ്സിലായോ? ഒരു ചതുരത്തിന്റെ പരപ്പളവ് 22 സെന്റിമീറ്റർ. ഒരു ചതുരത്തിന്റെ പരപ്പളവ്, അതായത് ഏരിയ ഓഫ് റെക്ടാംഗിൾ. പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ അറിയണേ നിങ്ങളെ. എന്താ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്? റെക്റ്റാങ്കിളിന്റെ ഏരിയ കാണുന്നത് L × B ആണ്. അപ്പോൾ ആദ്യമേ നമ്മൾ അത് എഴുതി വെക്കുക. നമുക്ക് 1/2 മാർക്ക് കിട്ടും കണ്ടോ? ഇക്വേഷൻ എഴുതി വെച്ചാൽ മതി. ദ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എത്ര നിങ്ങളെ? 22 1/2. വൺ സൈഡ്, ഒരു സൈഡ് തന്നിട്ടുണ്ട്. ഇതൊരു റെക്റ്റാങ്കിൾ ആണെങ്കിൽ, ഇതൊരു റെക്റ്റാങ്കിൾ ആയിക്കോട്ടെ, ഇതിൻ്റെ ഏരിയ L × B. L × B, എല്ലും ബിയും കൂടെ അല്ലേ? എല്ലും ബിയും നമുക്ക് എത്ര? 22.5 തന്നിട്ടുണ്ട് അല്ലേ? ഇനി ഒരു സൈഡ്, ഏതോ ഒരു സൈഡ് തന്നിട്ടുണ്ട് അല്ലേ? എത്ര? 3/4 തന്നിട്ടുണ്ട് കേട്ടോ. ഏതോ ഒരു സൈഡ് തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ജോലി, നമുക്കിവിടെ മിക്സർ ഫ്രാക്ഷൻ ആണേ. നമ്മളൊന്നും അല്ലെങ്കിൽ വാരി വലിച്ച് ചിന്തിക്കാനേ ഈ ഒരു പാഠത്തിൽ പോകണ്ട നിങ്ങളെ. മിക്സർ ഫ്രാക്ഷനിലാണ് തന്നെ, അല്ലെങ്കിൽ എന്താ മിശ്ര ഭിന്നത്തിലാണ് തന്നത്. അപ്പം നമ്മൾ അതിനെ എന്ത് ചെയ്യുക? വിഷമ ഭിന്നം അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റുക. എന്താ? 22 1/2 നമ്മൾ മാറ്റി അല്ലേ? ഞാൻ ഇങ്ങോട്ട് വന്നാൽ മാറ്റി കുഞ്ഞുങ്ങളെ. നിങ്ങളെന്താ ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ, ലെങ്ത് ഓഫ് സൈഡ്, ഇത് സ്റ്റെപ്പാണ്. ഇനി ഏരിയ കാണുന്ന ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് വലുതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? ഞാനിത് എളുപ്പം എല്ലാം കൂടെ എഴുതിയത് കൊണ്ടാണ്. ഏരിയ കാണുന്നത് L × B ആണ് അല്ലേ? ഏരിയ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 22 1/2. ലെങ്ത് തന്നിട്ടുണ്ട്, ഏതോ ഒരു ലെങ്ത് നീളം തന്നിട്ടുണ്ട് അല്ലേ? ബ്രെഡ്ത്ത് നമുക്ക് തന്നിട്ടില്ല ആണല്ലോ. അപ്പോൾ ബ്രെഡ്ത്ത് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ മിക്സർ ഫ്രാക്ഷനിലോട്ട്, മിക്സർ ഫ്രാക്ഷനാ തന്നിരിക്കുന്നത്, നമ്മൾ ഇംപ്രോപ്പറിലോട്ട് മാറ്റിയപ്പോൾ 45/2. ഇതിനോ 3 3/4 മാറ്റിയപ്പോൾ 15/4 × B. ഇനി അതിനെ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം? അപ്പോൾ ബീനെ ഇപ്പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ B = 45/2 ഇൻറ്റു വന്ന് എന്തുകൊണ്ടെന്ന് അറിയാവോ? ഇതിനെ നമ്മൾ എന്താ ഇപ്പുറത്ത് കൊണ്ടുവന്നുകൊണ്ട് അത് തിരിഞ്ഞു പോലെ നിങ്ങളെ 4/15. ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയും വെട്ടാൻ എളുപ്പത്തിന് വേണ്ടിയും, വെട്ടാൻ അറിയാവുന്നവർ വെട്ടിയാൽ മതി. ഇല്ലെങ്കിൽ 45 × 4 180 ആണ്. 45 × 4 180 ആണ്. 15 × 2 30 ആണ് അല്ലേ? ഈ പൂജ്യവും പോയി കഴിഞ്ഞാൽ ബാക്കി 6 3 18. അങ്ങനെയും കിട്ടും. എങ്ങനെ വേണമെങ്കിലും കിട്ടും. ചെയ്യാൻ അറിയാവുന്നവർ ലാസ്റ്റിൽ ആ രീതി തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. അറിയത്തില്ലെങ്കിൽ പറയണേ കുഞ്ഞുങ്ങളെ. അതായത് വെട്ടാൻ പറ്റുന്ന ടേബിളിലുണ്ടെങ്കിൽ, ഇവിടെ 2ൻ്റെ ടേബിൾ 1 2 2 2 2 4. അപ്പം 2 2 4 2ൻ്റെ ടേബിളിൽ ഇത് രണ്ടും പറ്റും. ഇനി 45ഉം 15ഉം 5ൻ്റെ ടേബിളിൽ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനറിയാമെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ നേരെ ഇട്ട് ഇൻറ്റു ചെയ്യുക. 45 × 4 180, 2 × 15 30. 180ഉം 30ഉം മുകളിൽ കിടക്കുന്ന പൂജ്യത്തിനെ താഴെ കിടക്കുന്ന പൂജ്യം വെട്ടിപ്പോവാം, എപ്പോഴും പോവാം. അപ്പോൾ 18/3 6 കേട്ടോ. അങ്ങനെ ചെയ്യാമേ. അതിൻ്റെ ലാസ്റ്റ് കണക്ക്
11.5 മീറ്റർ നീളമുള്ള ഒരു കയറിൽ നിന്നും 2.5 മീറ്റർ നീളമുള്ള എത്ര കഷ്ണങ്ങൾ നമുക്ക് മുറിച്ചെടുക്കാം? മിച്ചം നമുക്ക് എത്ര മീറ്റർ ഉണ്ടാവും? ഹൗ മെനി പീസ് ഈച്ച് ഓഫ് ദ ലെങ്ത് 1/2 മീറ്റർ ക്യാൻ ബി കട്ട് ഓഫ് ഫ്രം എ റോപ്പ് ഓഫ് ലെങ്ത് 11.5 മീറ്റർ? ഹൗ മെനി മീറ്റർ ഓഫ് റോപ്പ് വിൽ ബി ലെഫ്റ്റ്? അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ടോ ആദ്യം അത് ലെങ്ത് ഓഫ് റോപ്പ് തന്നിട്ടുണ്ട്, കയറിൻ്റെ നീളം അല്ലേ, ലെങ്ത് ഓഫ് പീസ് തന്നിട്ടുണ്ട്. ആ തന്നിരിക്കുന്ന രണ്ട് എന്താണ്? മിക്സഡ് ഫ്രാക്ഷനിലാണ്. നമ്മൾ അതിനെ ഇംപ്രോപ്പറിലോട്ട് മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക? നമുക്കറിയാം അതിനെ എന്ത് ചെയ്യുക? ഇത് നോക്കൂ നിങ്ങളെ, ഇതിനെ ഡിവൈഡ് ചെയ്യാൻ തരുമ്പോഴേ നമുക്കറിയാം എന്താ ആദ്യത്തേനെ അതുപോലെ എഴുതുക, ഡിവിഷനെ ഇൻഡ്യൂലോട്ട് മാറ്റുക, ഇത് നേരെ തലതിരിച്ച് എഴുതുക 2/3. അപ്പം നമുക്ക് എത്ര കിട്ടി? 4.6 കിട്ടി. എത്ര നിങ്ങളെ? 4.6. ഇനി നമ്മളോട് ചോദിച്ച് എന്താ എത്ര കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം? 4 പീസ് കിട്ടിയപ്പം ഇനി എന്തോ ചെയ്യണം? അതിനെ ഒരു കയറിൽ നിന്നും 2.5 മീറ്റർ നീളമുള്ള എത്ര കഷ്ണങ്ങൾ? ഒരു 4 പീസ് കിട്ടി, 2.5 മീറ്റർ നീളമുള്ള എത്ര എണ്ണമാക്കാം? 4 എണ്ണം കിട്ടി. അതിനെ 2.5 മീറ്റർ, 2.5 എന്ന് പറയുന്നത് മിക്സഡിലാണ് അല്ലേ, അതിനെ നമ്മൾ ഇംപ്രോപ്പറിലോട്ട് മാറ്റി. അപ്പം നമുക്ക് 10 മീറ്റർ കിട്ടി അല്ലേ. അപ്പോൾ ലെങ്ത് ഓഫ് 4 പീസ് 10 മീറ്റർ, നമ്പർ ഓഫ് കട്ട് ചെയ്തത് 4, റിമൈനിങ് ബാക്കി വന്നത് എത്ര? ശേഷിക്കുന്ന ഭാഗം എത്ര കുഞ്ഞുങ്ങളെ? ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് 11.5 മീറ്റർ നീളമുള്ള ഒരു കയറായിരുന്നു, അതിൽ നിന്നും 10 മീറ്റർ നമ്മൾ മൈനസ് ചെയ്തപ്പോൾ ബാക്കി 1.5 മീറ്റർ. ഒരു ഇച്ചിരി നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിൽ ഇത് നോക്കി എഴുതി എടുത്തിട്ട് നിങ്ങളൊന്ന് വായിച്ച് നോക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഇത് മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഈ 10 കിട്ടിയത് എങ്ങനെയാണെന്നൊക്കെ, അതായത് നമുക്ക് ഈ 4 കിട്ടിയതിന് ഡൗട്ട് ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് ഈ 4.6 എടുക്കാഞ്ഞതെന്ന് നോക്കണേ. ഇവിടെ 4.6ൻ്റെ 4 മാത്രം, ഇപ്പോൾ 5.6 ആണെങ്കിൽ 5 മാത്രമേ എടുക്കത്തുള്ളൂ കേട്ടോ. ഈ ഒരു കണക്കിലേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു ഇച്ചിരി ടിസ്റ്റ് വന്നത്. ബാക്കിയുള്ള എല്ലാം എളുപ്പമുള്ളതായിരുന്നു. പക്ഷേ ഇവിടെ ഈ ഒരു ക്ലൂ ഓർത്താൽ മതി, ഇവിടെ 4 മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പം 4 പീസാണ്. അതിനെ 2.5 മീറ്റർ നീളമുള്ള എത്ര കഷ്ണങ്ങളാക്കാം? 2.5 മീറ്ററാണ്. 2.5 എന്ന് പറയുന്നത് മിക്സറാണ് അല്ലേ. അതിനെ നമ്മളെന്താ ഇംപ്രോപ്പറിലോട്ട് മാറ്റി. അപ്പം നമുക്ക് 10 മീറ്റർ കിട്ടി അല്ലേ. ഇനി എന്ത് ചെയ്യണം? ആ 10 മീറ്റർ 11.5 മീറ്റർ നീളമുള്ള കയറിൽ നിന്നും നമുക്ക് എത്ര മുറിച്ചെടുക്കാവുന്ന അല്ലേ, മിച്ചം എത്ര മീറ്റർ വരുമെന്ന്. 11.5 10 അങ്ങ് പോയാൽ ബാക്കി 1.5 മീറ്റർ. ചോദ്യം വായിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും കേട്ടോ. ചോദ്യം വായിച്ച് നോക്കണം കുഞ്ഞുങ്ങളെ. ഇത് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് ഇട്ടിട്ട് എഴുതിയെടുക്കണം കേട്ടോ. ഇത് ഞാൻ മലയാളവും ഇംഗ്ലീഷും കൂടി എഴുതിയോണ്ടാണ് ഒത്തിരി ഉള്ളതുപോലെ നിങ്ങൾക്ക് തോന്നുന്നത്. ഇംഗ്ലീഷ് മീഡിയക്കാർ ഇംഗ്ലീഷും മലയാളവും എങ്ങനെ വേണമെങ്കിലും എഴുതിയെടുക്കാം, കണക്കാ എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. കണക്കാ എന്ന് ഞാൻ പറഞ്ഞത് എല്ലാം എഴുതണ്ടേ കുഞ്ഞുങ്ങൾ കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. നമ്മൾ മൊത്തം കണക്കും ചെയ്തിട്ടുണ്ട്. മനസ്സിലാവാത്തതോ ഏതെങ്കിലും കണക്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ മനസ്സിലാവാത്തൊരു കമൻറ്റ് ബോക്സിൽ പറയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. വേണേ ഞാനത് ആ മനസ്സിലാവാത്ത ഭാഗം ഞാൻ ഒന്നും കൂടി ഒന്ന് എടുത്തു തരാം കേട്ടോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെ, താങ്ക് യു.